എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടികർ, ഗെറ്റ് സെറ്റ് ബേബി, ഹണ്ട്, വേല, ബാഡ് ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സ്വീറ്റ് ഹാർട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഗോപിക രമേശാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ സിംപ്ലി സൗത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ബാഡ് ബോയ്സ്. ഒമർ ലുലു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. റഹ്മാൻ ഗംഭീര പ്രകടനമാണ് ബാഡ് ബോയ്സിൽ കാഴ്ചവെച്ചത്. താരത്തിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ്. മനോരമ മാക്സ് ആണ് ബാഡ് ബോയ്സിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ നേരത്തെ വന്നതായിരുന്നു. ഈ വീക്കിൽ ബാഡ് ബോയ്സ് സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നീലമുടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നീലമുടി. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദാവീദിന്റെ OTT നേരത്തെ പ്രഖ്യാപിച്ചതായിരുന്നു. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒഫീഷ്യൽ റിലീസ് തീയതി ഏപ്രിൽ 11 ഇപ്പോൾ ഇതാ റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുകയാണ്. പുതിയ ഡേറ്റ് അവർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ദാവീദ് സിനിമ ഏപ്രിൽ മാസം 18 C5 OTT റിലീസ് ചെയ്യുന്നത്. ആന്റണി വർഗീസ് ആണ് ദാവീദിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ദാവീദ് ഒരു ആക്ഷൻ മൂവിയായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് കുമ്മാട്ടിക്കളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കുമ്മാട്ടിക്കളി. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് കുമ്മാട്ടിക്കളി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം 11 മുന്നേ കുമ്മാട്ടിക്കളി മനോരമ മാക്സിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ദാസേട്ടന്റെ സൈക്കിൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ദാസേട്ടന്റെ സൈക്കിൾ. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് വേല സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം വേല ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഷെയ്ൻ നിഗം, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ല പ്രതികരണം ലഭിച്ചിട്ടും OTT വാങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ലോഗ് ഔട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 18 ലോഗ് ഔട്ട് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ധീരവീര സൂര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിക്രമാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ധീരവീര സൂര്യൻ. എമ്പുരാൻ സിനിമയ്ക്ക് ഒപ്പമായിരുന്നു ധീരവീര ഇറങ്ങിയത്. മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മലയാള നടൻ സുരാജ് വെഞ്ഞാറമൂടും സിനിമയിലുണ്ട്. ഇപ്പോൾ ഒടുവിൽ നെറ്റ്ഫ്ലിക്സ് ആണ് ധീരവീര സൂര്യന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു നടികർ. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ടോവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട സിനിമയായിരുന്നു നടികർ. ഇറക്കിയ പൈസ പോലും നടികർ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. ഒരുപാട് താരനിര സിനിമയിലുണ്ട്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നടികർ സിനിമ OTT വരുത്തിക്കാനാണ് അവരുടെ പദ്ധതി. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കോട് കൂടി നടികർ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമ കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ആരാധകരുടെ ആവശ്യമനുസരിച്ചാണ് മനോരമ മാക്സ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. തിയേറ്ററുകളിൽ ഹണ്ട് പരാജയപ്പെട്ടുവെങ്കിലും OTT കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. ഒരു കോളേജിലുണ്ടാകുന്ന കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. കഴിഞ്ഞ വീക്കിൽ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഹണ്ട് സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. വിഷുവിനെ സ്പെഷ്യലായിട്ട് ഹണ്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ മാസം 11 ഹണ്ട് സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ്
ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി സ്വന്തമാക്കിയത്. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ആമസോൺ പ്രൈമും. സിനിമ വിഷുവിന് മുന്നേ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.